ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ലോഡഡ് ഫ്രൈസ് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിലധികം ഐറ്റംസ് ഒന്നും ഇല്ല, ഈവനിങ്ങിന് എന്തെങ്കിലും ഒരു സ്നാക്കൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ബോൺലെസ് പീസസ് എടുത്തിട്ട് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 15 മിനിറ്റ് മാറ്റി വെക്കണം. അപ്പോൾ ചിക്കൻ മിക്സ് ചെയ്തത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോ പീസസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കോൺഫ്ലവറും ചേർത്തിട്ട് മിക്സാക്കി വെച്ചതാണ്. ഫ്രോസൺ ഫ്രൈസ് വേണമെന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാം, അതല്ല അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടാറ്റോസ് കട്ട് ചെയ്തിട്ട് ആക്കിയാലും മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു കളറൊന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് വേഗം തന്നെ കോരി മാറ്റാം. അപ്പോൾ ഇത് നല്ലോണം ക്രിസ്പായി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമതൊന്ന് സെയിം ഓയിലിട്ടിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ ആ സെയിം ഓയിലിലേക്ക് തന്നെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഓരോ പീസസായിട്ട് നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മാക്രോണിയാണ്. മാക്രോണി ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഏത് തരം പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം. പാസ്ത എടുക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എപ്പോഴും കുറഞ്ഞിരിക്കണം. ഇനി നമുക്ക് ലോഡഡ് ഫ്രൈസ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനൊരു സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ആദ്യം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കി വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ തേർഡ് ലെയറായിട്ട് മാക്രോണി, നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച മാക്രോണിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് സോസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഒരു ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വീഡിയോയിൽ കാണിക്കുന്നില്ല, വീഡിയോ ലെങ്തി ആയി പോവും. അപ്പോൾ ഈ വൈറ്റ് സോസിൻ്റെ റെസിപ്പി അറിയാൻ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ലോഡഡ് ഫ്രൈസ് റെസിപ്പി സാനിത 5 എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഈ ചെയ്ത പ്രോസസ്സൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും മാക്രോണിയും ഒക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ലെയർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ടൊമാറ്റോ മാത്രമേ ഇടുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയാണ്. അപ്പോൾ വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെന്തായാലും പോയി കണ്ടു നോക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.